ഏകദേശം 6:30 ആയപ്പോഴാണ് കേട്ടോ പുറത്തുനിന്ന് നല്ലോണം ശബ്ദം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല പുകയുടെ സ്മെല്ല് അകത്തേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയായിരുന്നു നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നോക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. ആ അവസ്ഥ ഞാൻ ഇതിന് ശേഷം കാണിക്കുന്നുണ്ട്. ഇത് ലാസ്റ്റത്തെ സ്റ്റേജ് ആയപ്പോൾ ഉള്ള പുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് എരിവും പുളിയും കയറ്റിയിട്ട് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ പേടിക്കണ്ട, ആദ്യം പറയാം. ഇതെന്താണെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണെന്നുള്ളത് എൻ്റെ വീഡിയോസ് തുടർന്ന് കാണുന്ന ആൾക്കാർക്ക്, ഡെയിലി വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഈ ലൊക്കേഷൻ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ അല്ലേ, അങ്ങനെ ഷോർട്സ് കണ്ട് കയറി വന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട് അല്ലേ. അങ്ങനെ ഇപ്പോൾ എന്താ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസ് കോംപ്ലക്സിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ പുകൻ്റെ കാര്യങ്ങളല്ല ഈ പറയുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ. ആ പരിപാടികൾ എന്താണെന്ന് ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഇത് ഞങ്ങൾ പുകയുടെ ഈ സ്മെല്ലും അകത്തേക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ കയറി വരുന്ന വൃത്തിയിട്ട സ്മെല്ല് കാരണം പുറത്തോട്ട് ഇറങ്ങി എന്താണ് കാര്യം എന്നുള്ളതൊന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതേ ആ ഭാഗങ്ങളിൽ കണ്ടോ, നല്ല ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നല്ലോണം പുകയുന്നത് കൂടാതെ നമ്മുടെ കയ്യിലെന്നല്ല, അവിടെ ഒരാളുടെ കയ്യിൽ, ആ അങ്കിളിൻ്റെ കയ്യിൽ റോക്കി ബായി ഗണ്ണ് പിടിച്ചുകൊണ്ട് വരുന്ന പോലെ KGF ഇല്ലേ, അതുപോലെ ഇങ്ങനെ ഗണ്ണും കൊണ്ട് വരുന്ന ഒരു ഷോട്ടില്ലേ, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ശുചീകരണ പരിപാടികളില്ലേ, ക്ലീനിങ്, ആ പരിപാടീൻ്റെ ഭാഗമായിട്ട് ഈ മൊസ്കിറ്റോസിനെ ഓവറായിട്ട് കൊതുക് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കാലങ്ങളിലൊക്കെ ആയിട്ട് ഇതുണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഷോർട്സ് കണ്ട് വന്നിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ഒന്നും പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പേടിക്കേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായോ എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ മുനിസിപ്പാലിറ്റിയിലെ ഈ ചേട്ടന്മാരെ ഒന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. ഇത്രയും പുകയത്ത് പണിയെടുക്കുന്നുണ്ടല്ലോ, അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നെ കൂടാണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുക ഇത് അത്ര വലിയ പ്രശ്നമില്ല, പക്ഷെ ഒരു വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ. ഈ കൊതുകിനെയൊക്കെ പുറത്ത് ചാടിക്കാനുള്ളൊരു സ്മെല്ലായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ വേഗം പോയിട്ട് ഞങ്ങൾ തുണിയൊക്കെ കഴുകിയിട്ട് അതെല്ലാം അകത്തേക്ക് പെറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പെറുക്കിയിട്ടിട്ടും അതിലൊക്കെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ രാത്രി കംപ്ലീറ്റ് ഈ ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പുറത്തേക്ക് നമ്മൾ ചാടിയ സമയത്ത്, വീഡിയോ എടുക്കാൻ ചാടിയപ്പോഴേ പുറത്തുള്ള എല്ലാ കൊതുകുകളും അകത്തേക്ക് കയറി സേഫ് ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. രാത്രി നല്ല കൊതുകുണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ ഈ പുക എനിക്ക് അലർജി ഉണ്ടാക്കുമെന്ന് കുറച്ച് പേര് ഒരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അലർജി ഇല്ല, എനിക്ക് മെഡിസിൻ മാത്രമേ അലർജി ഉള്ളൂ. അലർജി വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട മെഡിസിൻ കേട്ടോ. അപ്പോൾ അതൊക്കെ അലർജി ആയതുകൊണ്ട്. പക്ഷെ ഞാനിതൊന്നും കൊള്ളാം എന്ന് കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഒരു മഞ്ഞുകാലം നോൽക്കും ആ ഒരവസ്ഥയായത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരെ ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ അവരെയും കാണിക്കായിരുന്നു, അവരെല്ലാം ഓടി ഒളിച്ചു തോന്നുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരും ഇത് കാണുന്നുണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് എനിക്ക് ആരൊക്കെയാണ് വാച്ച് ചെയ്യുന്നുള്ളത് എന്ന് അറിയാൻ പറ്റുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്ക് എല്ലാം തന്നെ അറിയാൻ പറ്റും കേട്ടോ. അതിപ്പോൾ യൂട്യൂബിൽ ചാനലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാര്യം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.